എല്ലാവർക്കും നമസ്കാരം. കുങ്ഫു ആചാര്യനായ മാസ്റ്റർ പോ അദ്ദേഹം ഒരിക്കൽ എഴുതി, ഭയം ശത്രുവാണ്, വിശ്വാസം പടച്ചട്ടയും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന് ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. അടിയുറച്ച ദൈവവിശ്വാസി ഏത് പ്രതിസന്ധിയും വിശ്വാസത്തിൻ്റെ പടച്ചട്ട കൊണ്ട് പ്രതിരോധിക്കും. 28-ാം സങ്കീർത്തനം ദാവീദ് രചിച്ച സങ്കീർത്തനമാണ്. അതിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. 18 വയസ്സുള്ളൊരു പെൺകുട്ടി, MBBS 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സഹിക്കാൻ വയ്യാത്ത നടുവേദനയെ തുടർന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നത് ക്യാൻസറാണ്, അതും 4th സ്റ്റേജ്. മനസ്സിൽ നെയ്ത് കൂട്ടിയ നിറച്ചാർത്തുള്ള മനോഹര സ്വപ്നങ്ങളുമായിട്ടാണ് ആ പെൺകുട്ടി ആ മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ചേരുന്നത്. അവളുടെ മാതാപിതാക്കൾ തകർന്നുപോയി, സുഹൃത്തുക്കൾ സങ്കടപ്പെട്ടു, പ്രിയപ്പെട്ടവരൊക്കെ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. എന്നാൽ ആ വിഷമത്തിൻ്റെ താഴ്വരയിൽ അവൾ ധൈര്യവതിയായി കാണപ്പെട്ടു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച, എനിക്ക് പഠിക്കാൻ ബുദ്ധിയും അവസരവും തന്ന് ഈ മെഡിക്കൽ കോളേജിൻ്റെ പടി കയറുവാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ദൈവം എന്നെ ഉയർത്തിയെങ്കിൽ എൻ്റെ രോഗവും അവൻ അറിയുന്നു. അടിയുറച്ച ദൈവവിശ്വാസത്തോടെ അവൾ ആ രോഗവുമായി പടവെട്ടി. ചികിത്സിക്കുന്ന ഡോക്ടർമാരിലേക്കും ശുശ്രൂഷിക്കുന്നവരിലേക്കും അവൾ ദൈവവിശ്വാസത്തിൻ്റെ ക്രിയാത്മചിന്ത പകർന്നുകൊണ്ടേയിരുന്നു. അത് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തി. കഴിക്കുന്ന മരുന്നുകളുടെ ശക്തിയേക്കാൾ അവളെ സൃഷ്ടിച്ചവൻ്റെ കരങ്ങളിലാണ് അവളുടെ ജീവിതത്തെ അവൾ സമർപ്പിച്ചത്. അവൾ നിത്യവും പാടിക്കൊണ്ടിരുന്നു, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. രോഗത്തിൻ്റെ തീവ്രതയും ചികിത്സയുടെ കാഠിന്യവും പലപ്പോഴും അവളുടെ ശരീരത്തെ തളർത്തിയെങ്കിലും അവളുടെ ആത്മബലം കെട്ടുപോയില്ല. കർത്താവിനാൽ പ്രിയമുള്ളവരെ, അവൾ ആ രോഗത്തെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, വൈദ്യശാസ്ത്ര മേഖലയിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട്, ലെറ്റ് യുവർ ഫെയ്ത്ത് ബി ബിഗർ ദാൻ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഭയത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ വിശ്വാസം. കോറി ടെൻ ബോം എഴുതുന്നു, ഫെയ്ത്ത് ഈസ് ലൈക്ക് റേഡാർ ദാറ്റ് സീസ് ത്രൂ ദ ഫോഗ്. നമ്മുടെ ചുറ്റുവട്ടങ്ങൾ എത്ര പുക നിറഞ്ഞതായാലും അതിനപ്പുറത്തെ കാഴ്ചകൾ നമുക്ക് നൽകുന്ന ഉൾക്കരുത്താണ് വിശ്വാസം. മോശ തൻ്റെ ജനത്തെ നയിച്ചത് വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. അബ്രഹാം മോറിയ താണ്ടുന്നത് വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ഏലിയാവ് കർമ്മേലിൽ അജയ്യനായി മാറുന്നത് വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ജെഫ്രി ആർ ഹോളണ്ട് എഴുതുന്നു, ക്ലിങ് ടു യുവർ ഫെയ്ത്ത്, ഹോൾഡ് ഓൺ ടു യുവർ ഹോപ്പ്. കർത്താവ് നമുക്കൊപ്പമുണ്ട്. കർത്താവ് കരം പിടിച്ച് വഴി നടത്തും. നമുക്കും ഹൃദയപൂർവ്വം പറയാം, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഓർക്കുക, ഭയം ശത്രുവാണ്, വിശ്വാസം പടച്ചട്ടയും. 91-ാം സങ്കീർത്തനം 4-ാം വാക്യം, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം.
കരുണാമയനായ കർത്താവേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ഇന്നേവോളം കരുതിയ നന്മകളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ കർത്താവിന് വേണ്ടി ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. അവിടുന്ന് കരുതിയ നിമിഷങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ നീ മെനഞ്ഞു, ഈ ലോകത്ത് പിറക്കാൻ അവസരം തന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ ഇരുൾ നിറഞ്ഞാലും ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. പൊട്ടക്കിണറ്റിൻ്റെ ആഴത്തിൽ നിന്ന് യൗസേപ്പിനെയും അഗ്നിച്ചൂളയ്ക്ക് നടുവിൽ നിന്ന് 3 ബാലന്മാരെയും സിംഹങ്ങളുടെ വിശപ്പിൽ നിന്ന് ദാനിയേലിനെയും വീണ്ടുകൊണ്ടവനായ ദൈവമേ, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും സഹനങ്ങളിലും ഭാരങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.